സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ബദൽ മാർഗം തേടണമെന്ന് കേന്ദ്രം. കേരളത്തിന്റെ ധൂർത്താണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. 5000 കോടി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ 5000 കോടി മതിയാവില്ലെന്നും 10000 കോടി നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 21 മാറ്റിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ജിഷ്ണു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അതിന് സർക്കാർ തന്നെയാണ് കാരണം. വീണ്ടും പണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് 5000 കോടി കൊടുക്കാമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞിട്ടുകൂടെ വീണ്ടും ആർത്തി തന്നെയാണ് കേരളത്തിന്. 10000 കോടി വേണമെന്ന് പറയുന്നു. ഒപ്പം ഈ ധൂർത്ത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ കേരളം തന്നെ ഇതിലൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന് തന്നെയല്ലേ കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയുന്നതും? രജനി, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും ഒപ്പം മറ്റ് കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളം സുപ്രീം കോടതിയിലെത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉയർന്നിട്ടുള്ള വാദങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് കേരളത്തിന് നിബന്ധനകളോടെ 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം എന്ന ഉറപ്പ് ഇന്നും കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതും ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ന വിഷയവും കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ അറിയിച്ചു. എന്നാൽ ഈ ഒരു വാദത്തെ എതിർത്തുകൊണ്ട് ഈ ഒരു 5000 കോടി രൂപ തികയില്ലെന്നും ചുരുങ്ങിയത് 10000 കോടി രൂപയെങ്കിലും കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള വാദമാണ് ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു ഹർജിയിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നയരൂപീകരണം നടത്തേണ്ടത് സംസ്ഥാനമാണ്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര വിഹിതവും ഒപ്പം ഇത്തരത്തിൽ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള നയപരമായ തീരുമാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളോടും, അത് ഭരണകക്ഷി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ഏതാണ് എന്ന് പരിശോധിക്കാതെ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കേരളത്തിന് മാത്രമായി ഇത്തരത്തിലൊരു വലിയ ഇളവ് അനുവദിക്കുകയാണെങ്കിൽ അത് മറ്റു സംസ്ഥാനങ്ങളും ഒരു ആവശ്യമായി പരിഗണിക്കേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിൽ വലിയ രീതിയിലുള്ള താളപ്പിഴകൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് അംഗീകരിക്കാനാകില്ലെന്നും ചുരുങ്ങിയത് 10000 കോടിയെങ്കിലും കടമെടുക്കാൻ അനുമതി നൽകണം എന്നുള്ളതുമാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രൂക്ഷമായ വിമർശനം നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ സാമ്പത്തിക നയരൂപീകരണം നടത്താത്തതാണ് ഈ ധനപ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സുപ്രീം കോടതി ഈ കേസിന്റെ അടുത്ത വിചാരണ 21 അല്ലെങ്കിൽ വാദം കേൾക്കൽ 21 മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ദിവസത്തിൽ കേരളത്തിനോടും ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങളിൽ മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രജനി, ശരി. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ബദൽ മാർഗം തേടണമെന്ന് കേന്ദ്രം. കേരളത്തിന്റെ ധൂർത്താണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഒപ്പം 5000 കോടി നൽകാമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയുണ്ടായി. വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിക്കൊണ്ടിരുന്നത്.